കാലുകളിലെ ഞരമ്പുകൾ വീർത്ത് തടിച്ച് നീലയോ പർപ്പിൾ നിറത്തിലോ കാണപ്പെടുന്ന അവസ്ഥയാണ് വെരിക്കോസ് വെയിൻ. ഏറെ നേരം നിൽക്കുന്ന ജോലി ചെയ്യുന്നവരിലും അമിതവണ്ണമുള്ളവരിലും പ്രായമായവരിലുമാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. ഇത് രക്തയോട്ടത്തെ ബാധിക്കുകയും കാലിൽ നീരും വേദനയും ഉണ്ടാക്കുകയും ചെയ്യുന്നു. ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും ഇത് സംഭവിക്കാമെങ്കിലും കാലുകളിലെ ഞരമ്പുകളിലാണ് ഏറ്റവും അധികം സാധ്യത കൂടുതൽ. വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന രോഗമാണിത്. ഒരാളുടെ പ്രായം വർദ്ധിക്കുന്നതിനനുസരിച്ച് അവരുടെ ഞരമ്പുകളും രക്തക്കുഴലുകളുമൊക്കെ ദുർബലമായി മാറുന്നു. ഇത് പലപ്പോഴും ഈ രോഗാവസ്ഥയിലേക്ക് നയിക്കുന്നു. ശരീരത്തിലെ അധിക ഭാരം ഞരമ്പുകളിൽ അധിക സമ്മർദ്ദം ചെലുത്തുകയും അവയ്ക്ക് കേട് വരുത്തുകയും ചെയ്യും. ഇത് വെരിക്കോസ് വെയിൻ രോഗത്തെ വികസിപ്പിക്കും. ഞരമ്പുകൾ തടിച്ച് ചുരുളും. കാലുകളിൽ ചിലന്തി വല പോലെ ഞരമ്പുകൾ പ്രത്യക്ഷപ്പെടുന്നു. രോഗബാധയുള്ള സ്ഥലത്ത് മുറിവിൽ നിന്നും രക്തസ്രാവം ഉണ്ടാവുന്നു. കാലുകളിൽ വേദനയും ഭാരക്കൂടുതലും തോന്നുക എന്നിവയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. അതുപോലെ തന്നെ കാലുകളിൽ നീരും കഠിനമായ വേദനയും അനുഭവപ്പെടുക, കാലുകൾക്ക് ഭാരവും തരിപ്പും തോന്നുക, ചർമ്മത്തിന് താഴെ ഞരമ്പുകൾ പിണഞ്ഞു കിടക്കുന്നത് പോലെ കാണപ്പെടുക എന്നിവയും ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. വെരിക്കോസ് വെയിൻ എന്നത് കാലുകളിലെ ഞരമ്പുകൾ വീർത്ത് വളഞ്ഞ് പുറത്തേക്ക് തെളിഞ്ഞു കാണുന്ന ഒരു രോഗാവസ്ഥയാണ്. ഞരമ്പുകളിലെ വാൽവുകൾ ദുർബലമാകുകയോ ശരിയായി പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ രക്തം കാലുകളിൽ കെട്ടിക്കിടക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഞരമ്പുകൾ വികസിക്കുകയും ചെയ്യുന്നു. ഈ വെരിക്കോസ് വെയിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ പാരമ്പര്യമായിട്ട് വെരിക്കോസ് വെയിൻ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ അമിതവണ്ണം, ദീർഘനേരം നിൽക്കുന്ന ജോലി ചെയ്യുന്നവരിലും വ്യായാമക്കുറവുള്ളവരിലും വെരിക്കോസ് വെയിൻ കാണപ്പെടുന്നു. ഗർഭധാരണം, പ്രായാധിക്യം എന്നിവയൊക്കെ ഈ വെരിക്കോസ് വെയിൻ ഉണ്ടാകാനുള്ള കാരണങ്ങളാണ്. പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കാലുകളിൽ വളഞ്ഞു തെളിയുന്ന സിരകൾ, വേദനയും ഭാരക്കൂടുതലും, കാലിലെ വീക്കം, ചൊറിച്ചിൽ, രാത്രികാലങ്ങളിൽ കാലുവേദനയും കോച്ചിവലിക്കലും അനുഭവപ്പെടുക ഇവയൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. സ്ത്രീകളിൽ ഹോർമോൺ മാറ്റങ്ങൾ മൂലവും ഈ വെരിക്കോസ് വെയിൻ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ അപകട സാധ്യത കൂടുതലായിട്ട് ഉള്ളവർ, കൂടുതൽ സമയം നിന്ന് ജോലി ചെയ്യുന്നവർ, അതായത് അധ്യാപകർ, നഴ്സുമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, സെയിൽസ് ജീവനക്കാർ, ഫാക്ടറി തൊഴിലാളികൾ, ദീർഘനേരം നിൽക്കേണ്ടി വരുന്ന മറ്റ് എല്ലാ ജോലിക്കാരും. വെരിക്കോസ് വെയിൻ ചികിത്സിക്കാതെ വിട്ടാലുണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ: കാലിലെ വീക്കം വർദ്ധിക്കും, ചർമ്മത്തിൻ്റെ നിറം മാറും, വെരിക്കോസ് അൾസർ അതായത് വെരിക്കോസ് വെയിൻ പൊട്ടി അവിടെ മുറിവുകൾ ഉണ്ടാകും, രക്തം കട്ടപിടിക്കൽ, അപൂർവമായി ഈ ഞരമ്പുകൾ പൊട്ടി രക്തസ്രാവം പോലുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരാറുണ്ട്. വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ നടക്കുക. ദിവസവും 30 മുതൽ 45 മിനിറ്റ് നടക്കുന്നത് രക്തയോട്ടം മെച്ചപ്പെടുത്തും. കാലുകൾ ഉയർത്തി വയ്ക്കുക. വിശ്രമിക്കുമ്പോൾ കാലുകൾ ഹൃദയനിരപ്പിനേക്കാൾ അല്പം ഉയർത്തി വയ്ക്കുക. അമിതവണ്ണം കുറയ്ക്കുക. ശരീരഭാരം കുറയുന്നത് കാലുകളിലെ സമ്മർദ്ദം കുറയ്ക്കും. ദീർഘനേരം നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യാതിരിക്കുക. ഓരോ 30 മുതൽ 60 മിനിറ്റിലും കുറച്ച് നടക്കുക. കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഉപയോഗിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കാം. ആധുനിക ചികിത്സകൾ ലക്ഷണങ്ങളുടെ തീവ്രത അനുസരിച്ച് ഡോക്ടർക്ക് നിർദ്ദേശിക്കാം എന്തൊക്കെ ചികിത്സകൾ വേണം എന്നുള്ളത്. കംപ്രഷൻ സ്റ്റോക്കിങ്സ്, സ്ക്ലീറോതെറാപ്പി ഉണ്ട്, അതായത് ഒരു തരം ഇഞ്ചക്ഷൻ ചികിത്സ, ലേസർ ചികിത്സ, എൻഡോവീനസ് ലേസർ അബ്ലേഷൻ, റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ, അതുപോലെ തന്നെ ശാസ്ത്രക്രിയ. ചില ഗുരുതരമായ കേസുകളിൽ ശാസ്ത്രക്രിയ അല്ലെങ്കിൽ സർജറി പോലുള്ള കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഈ വെരിക്കോസ് വെയിൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണിക്കണം. അത് നമുക്ക് കഠിനമായ വേദന അല്ലെങ്കിൽ കാലിൽ വലിയ വീക്കം പോലെ കാണപ്പെടുക, ചർമ്മത്തിൻ്റെ നിറം മാറുക, മുറിവുകൾ ഉണ്ടാകുക, അതുപോലെ തന്നെ ഞരമ്പുകൾ പൊട്ടി അവിടെ നിന്നും രക്തസ്രാവം ഉണ്ടാകുക, പെട്ടെന്ന് കാലിൽ ചുവപ്പും വേദനയും ഉണ്ടാകുക. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഡോക്ടറെ കാണിക്കണം. ഈ വെരിക്കോസ് വെയിൻ പൂർണ്ണമായി മാറ്റാൻ ജീവിതശൈലി മാറ്റങ്ങൾ മാത്രം മതിയാകില്ല. എന്നാൽ രോഗലക്ഷണങ്ങൾ കുറയ്ക്കുവാനും രോഗം കൂടുതൽ വഷളാകുന്നത് തടയുവാനും ഇത് സഹായിക്കുന്നു. ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യുക,
ദിവസവും 30 മുതൽ 45 മിനിറ്റ് നടക്കുന്നത് കാലുകളിലെ രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നു. ശരീരഭാരം നിയന്ത്രിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അമിതവണ്ണം ഞരമ്പുകൾ അധിക സമ്മർദ്ദം ഉണ്ടാക്കുന്നതിനാൽ ശരീരഭാരം നിയന്ത്രിക്കേണ്ടത് പ്രധാനമാണ്. ദീർഘനേരം നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യാതിരിക്കുക. ഇടയ്ക്കിടെ നടക്കുകയും കാലുകൾ ചലിപ്പിക്കുകയും ചെയ്യുന്നത് രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നു. കാലുകൾ ഉയർത്തിവെക്കുക. വിശ്രമ സമയങ്ങളിൽ കാലുകൾ ഹൃദയനിരപ്പിനേക്കാൾ ഉയർത്തിവെക്കുന്നത് വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്നു. കംപ്രഷൻ സ്റ്റോക്കിംഗ്സ് ഉപയോഗിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുന്ന കംപ്രഷൻ സ്റ്റോക്കിംഗ്സ് രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നു. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക. പഴങ്ങളും പച്ചക്കറികളും, ഫൈബർ കൂടുതലുള്ള ഭക്ഷണങ്ങൾ, ധാരാളം വെള്ളം കുടിക്കുക, ഉപ്പ് കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുക. പ്രതിരോധ മാർഗങ്ങൾ: ദിവസേന വ്യായാമം ചെയ്യുക, ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്തുക, പുകവലിയും മദ്യപാനവും ഒഴിവാക്കുക, ദീർഘനേരം ഒരേ നിലയിൽ നിൽക്കുന്നത് ഒഴിവാക്കുക. ഈ വെരിക്കോസ് വെയിൻ ഒരു സാധാരണ രക്തക്കുഴൽ രോഗമാണ്. ശരിയായ ജീവിതശൈലി, വ്യായാമം, ആരോഗ്യകരമായ ഭക്ഷണക്രമം എന്നിവയിലൂടെ രോഗലക്ഷണങ്ങൾ നിയന്ത്രിക്കുവാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനും കഴിയും. ആവശ്യമായ സാഹചര്യങ്ങളിൽ വൈദ്യചികിത്സ തേടേണ്ടതും പ്രധാനമാണ്.